അയ്യാ ഓനുകൂട്ടൻ എന്നും ഓരോ പരിപാടിയും കൊണ്ട് ഒരു സ്കൂളിൽ നിന്നുള്ളത്. ഇന്നലെ വെജിറ്റബിൾ സാലഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ വെജിറ്റബിൾ സാലഡിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുചെല്ലണമായിരിക്കും. അപ്പൊ ഇവിടെ വന്ന് നോക്കി, ഇവിടെ ക്യാരറ്റ് മുറിച്ചതാ വെച്ചിരുന്നത്, ഫുള്ളായിട്ട് ക്യാരറ്റ് ഇല്ല. അതിന് എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ തക്കാളിയും സവാളയും എടുത്തോണ്ട് ഇന്ന് വൈകിട്ട് വിളിച്ചു പറഞ്ഞു നാളെ ഫ്രൂട്ട് സലാഡാണ്, ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പേരയ്ക്കയും അനാറും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചെടുത്ത് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, കറുത്ത മുന്തിരിങ്ങ. അത് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേടാവുന്നു, അത് ഇന്ന് തന്നെ യൂസ് ചെയ്യാനുള്ളതാണ്, നാളത്തേക്ക് കുളത്തിലാണ്. ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ അതിനുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. ഐസ്ക്രീം കുഞ്ഞൊരു ഡപ്പ ഞാൻ വാങ്ങിച്ചു. ഇതൊക്കെ ഉള്ളതാണോ അതോ ഇവിടെ ഇരുന്ന് ഇനിയും എന്തെങ്കിലും കാണിക്കാനാണ്? ഐസ്ക്രീം ഒന്നും എനിക്ക് മോനിക്കൂട്ടിന് കൊടുക്കാൻ പേടിയാണ്. പിന്നെ പാല് വാങ്ങിച്ചു. പിന്നെ ഗോതമ്പ് പൊടി തീർന്നായിരുന്നേ, ഗോതമ്പ് പൊടി, ഗരം മസാല. ഞാൻ സാധാരണ നമ്മുടെ മസാല കൂട്ട് മേടിച്ച് പൊടിച്ചാണ് വെക്കാറുള്ളത്. ഇന്നിപ്പം ഗരം മസാല അങ്ങ് മേടിച്ചു. പിന്നെ നൂഡിൽസ് ഒരു പാക്കറ്റ് കപ്പലണ്ടി, നമ്മുടെ മസാല കപ്പലണ്ടി ഇരിക്കുക. അത്ര സാധനങ്ങൾ വാങ്ങിച്ച്. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കൊരണ്ടി. എനിക്ക് കൊരണ്ടിയിൽ ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. ചായ കുടിക്കാനാണെങ്കിലും കൊരണ്ടിയിൽ ഇരിക്കണം. എനിക്കൊരു സ്ഥിരം കൊരണ്ടി ഉണ്ട്. അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അടുക്കളയുടെയൊക്കെ വാതിക്കൽ ഇതുപോലെ ഒരു കൊരണ്ടി, അവിടെ ഇരുന്ന് ചായ കുടിക്കാനും കഴിക്കാനും ഒക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ നമുക്കിവിടെ ഞാൻ എപ്പോഴും വെളിയിലോട്ട് പോയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഞാനൊരു കൊരണ്ടി ഇട്ടിട്ടുണ്ട് അടുക്കളയുടെ വാതിക്കൽ. അപ്പോൾ അവിടെ ഇരുന്നാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ആ കൊരണ്ടി അങ്ങ് ഇതായിപ്പോയി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരെണ്ണം മേടിച്ചതാട്ടോ. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇനി എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ. എനിക്ക് റിലാക്സ് ആയിട്ടിരുന്ന് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കൊരണ്ടി പുറത്താണ്. പിന്നെ സോപ്പ് പൊടി തീർന്നായിരുന്നു. നമ്മൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്നത് ഇതാണ്. ഷോപ്പിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ പാഡൊക്കെ, വിസ്പർ, വിക്സ് ഐറ്റംസ് അതൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഹോൾസെയിലുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ ഈ സോപ്പ് പൊടി വാങ്ങാറുള്ളത്. ഇത് റേറ്റ് കുറവാണ്, നമുക്ക് അവിടുത്തെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കുന്നത്. MRP 1600 4 കിലോയുടേതാണ് കേട്ടോ. അപ്പം നമുക്ക് വെളിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഈ വിലയ്ക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് വാങ്ങുന്നത്. നമുക്കിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനിയും കാണും. പിന്നെ എന്താണ് വിശേഷം എൻ്റെ പ്രിയങ്ങളെ? ഇതൊക്കെ നമ്മുടെ നെസ്റ്റിൻ്റെ നമ്മുടെ അഡ്രസ്സ് എഴുതാനുള്ളത് ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതേപോലെ നെസ്റ്റിൻ്റെ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് എഴുതി അയക്കാനുള്ളതാണ്. അന്ന് എനിക്ക് അത്രയും എഴുതണ്ടല്ലോ. എഴുതാനും ഒന്നും കൈ വയ്യാത്തതുകൊണ്ടാണ്, അത്രയും ഒരു ജോലി എളുപ്പത്തിനാണ് ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇത് അമ്മയ്ക്കുള്ള മരുന്നാണ്. അമ്മയുടെ കൊളസ്ട്രോള്, BP, ഷുഗർ അതിനൊക്കെയുള്ള മരുന്നാണ്. പിന്നെ ഇതെല്ലാം ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കട്ടെ. ഇന്നലെ എനിക്ക് എന്താ പറയുക, നമ്മുടെ നെസ്റ്റിൽ കുറച്ചു നേരം ജോലി ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പപ്പായുടെ ഓർമ്മയുടെ ദിവസം മോനുകുട്ടൻ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. അമ്മ എന്നോട് പറഞ്ഞു അവനെന്തോ പ്രേത സിനിമ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം വീട്ടിലിരുന്ന് TV ആച്ചാച്ചൻ്റെ കൂടെ ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു പേടിയില്ല, തന്നെ ഇരുന്ന് കണ്ടപ്പം പേടിച്ചായിരിക്കും. അതുകൊണ്ട് ഇന്നലെ രാത്രി എൻ്റെ കൂടെ വന്ന് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കേണ്ടി വന്നു. കിടന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് 11 മണിക്ക് എഴുന്നേറ്റിട്ട് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ആരും മെസ്സേജ് അയച്ചില്ല, ഫോട്ടോ ചോദിച്ചവർക്കൊന്നും അയച്ചുമില്ല. അതുകൊണ്ട് ഇന്നലെ എനിക്ക് അധിക സമയം അതിനകത്ത് ചിലവഴിക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് ഇന്ന് എനിക്ക് അതിൻ്റെ കുറച്ച് ജോലികൾ പെൻഡിങ് ഉണ്ട്, അതെല്ലാം ചെയ്ത് തീർക്കണം. നമുക്കിപ്പോൾ ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ചോദിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണം, പിന്നെ അത് മടക്കി വയ്ക്കണം. അത് നല്ലൊരു ജോലിയാണ്. അപ്പോൾ അത് ചെയ്താലേ നമുക്ക് സെയിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടേ. പിന്നെ നമ്മൾ സ്റ്റാർ ഇട്ടില്ല. ഇന്നലെ പപ്പയുടെ ഓർമ്മയായിരുന്നു. പപ്പയുടെ ഓർമ്മയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ സ്റ്റാർ ഇടുന്നതും ട്രീ ഒരുക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ വർഷം നമുക്ക് സ്റ്റാർ ഇട്ട് തരാനൊന്നും ആരുമില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റാർ ഇടാൻ പോവാണ്. എനിക്കറിയാവുന്നതുപോലെ. അതിന് മുകളിൽ കയറുന്ന ഇച്ചിരി പാടാണ്, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാൻ പോവാണ്. കാരണം ഇന്ന് 4-ാം തീയതിയായി. സ്റ്റാർ ഇടാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ പുത്തം പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം ഞാൻ സ്റ്റാർ വാങ്ങിച്ചില്ല.
നല്ലൊരു സ്റ്റാറിന് 10, 300, 400 രൂപയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ്. അതുകൊണ്ട് ഇത് നല്ല സ്റ്റാറാണ്, സിൽവർ കളറിൽ. അപ്പോൾ അത് ഞാനും മുത്തും കൂടി കഴിഞ്ഞ പ്രാവശ്യം പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അപ്പം ഞങ്ങൾ ഈ വർഷവും അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ ആരെങ്കിലും വേണം. ഈ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണം. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. മുത്തുള്ളപ്പോൾ അവനുണ്ടായിരുന്നു. അവൻ വരുന്നിടം വരെ ട്രീ ഒരുക്കാതിരുന്നാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോനുകുട്ടനാണെങ്കിൽ അവനില്ലാത്തത് കൊണ്ട് അതിനകത്തൊന്നും ഒരു താല്പര്യം ഇല്ലാതിരിക്കുവാണ്. ഇന്നലെ എന്നോട് പറഞ്ഞു അച്ചാച്ചൻ വന്നിട്ട് ട്രീ ഒരുക്കിയാൽ മതി എന്ന് പറഞ്ഞേക്കോ. അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. ഏതായാലും ഞാൻ സ്റ്റാർ ഇടാൻ പോവാണ്. സ്റ്റാർ ഇട്ടിട്ട് പോയി മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വരാം. എന്നിട്ട് അടുക്കളയിൽ നിന്ന് പണികളൊന്നുമില്ല. ഇന്നലെ ചോറും കറികളും ഒക്കെ ഉള്ളതെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഞാനൊന്നും വയ്ക്കുന്നില്ല. ഈ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് മോനുകുട്ടനെ വിളിച്ചിട്ട് വരാം. ഞാൻ അതിന് മുമ്പ് സ്റ്റാർ ഒന്ന് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ആ കുമ്പത്ത് കയറുന്നൊന്നും നിങ്ങൾ കാണണ്ട. എൻ്റെ അഭ്യാസ പ്രകടനമൊന്നും നിങ്ങൾ കാണണ്ട കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഇരിക്കുവാണ്. ഞാനിത് അങ്ങോട്ട് ഇടാൻ പോവാണ്. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ഈയൽ കയറുന്നു. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഞാനിത് അങ്ങോട്ടിടാൻ ലാഡറൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ലാഡറൊക്കെ കയറാൻ എനിക്ക് പേടിയാണ്. എന്നാലും നമ്മുടെ ആവശ്യമല്ലേ, നമ്മൾ ചെയ്തല്ലേ പറ്റൂ. സ്റ്റാർ ഇട്ടു കാണിക്കാം. വേണ്ടേ, നമ്മുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് നക്ഷത്രം തൂക്കി കേട്ടോ. ഇത്തിരി പാടുപെട്ട്, കാരണം എനിക്ക് ലാഡറെ കയറാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ പ്രിയങ്ങളെ. വീഴാഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യം. ഇതുപോലെ പ്രയാസമായിരുന്നു. 3 പടി മുകളിലോട്ട് കയറണമായിരുന്നു, എന്നാലും എനിക്കത് കെട്ടാൻ പറ്റത്തുള്ളായിരുന്നു. ദൈവം അനുവദിച്ചു, ദൈവത്തിന് നന്ദി. എന്നിട്ടും എൻ്റെ കാലൊന്ന് ഇടിച്ചു. അയ്യോ, കുളിയും ജപമൊക്കെ കഴിഞ്ഞ് മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വരാം. എൻ്റെ കാല് ചെറുതായിട്ട് ആ ലാഡറിൻ്റെ ഒരറ്റത്ത് തട്ടിയതാട്ടോ. എൻ്റെ ദൈവമേ, ദേഹത്ത് വെള്ളം ഒഴിച്ചപ്പോൾ എന്തോ നീറ്റലായിരുന്നു. ഭയങ്കര വേദന. ഇച്ചിരേ തട്ടിയുള്ളൂ, പതുക്കെ തട്ടിയതേ ഉള്ളൂ കേട്ടോ. അതാണ് നമുക്ക്, എന്നോട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളെവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ നമ്മുടെ ഈ എല്ലുകളൊക്കെ ഭയങ്കര ഇതാണ്, പെട്ടെന്ന് പൊട്ടലിനും ഒടിവിനും ഒക്കെ സാധ്യതയുണ്ടെന്ന് കേട്ടോ. ഞാൻ നമ്മുടെ മനോരമയുടെ അല്ല വനിതയുടെ മുഖചിത്രത്തിൻ്റെ കാര്യത്തിന് പോയില്ലേ, അപ്പോൾ അവിടെ വന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ കുറേ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, 5 പേരെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിലൊരാളാണ് എന്നോട് പറഞ്ഞത്, എന്തോ ഒരു ആക്സിഡൻറ്റിലോ എന്തോ വീഴ്ചയിലോ മറ്റോ ആ മാമിൻ്റെ കാല് ഒടിവ് പറ്റി. പക്ഷെ ആ വീഴ്ച വളരെ നിസ്സാരമായിരുന്നു, പക്ഷേ ഒടിവ് ഭയങ്കര ഭീകരവുമായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് ഈ കീമോയും ഈ മെഡിസിൻസും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഇതുകൊണ്ട് നമ്മുടെ എല്ലുകൾക്കൊന്നും ഒരു കട്ടിയൊന്നുമില്ല. ഇതെന്തായാലും ഇത് എല്ലിനൊന്നും പറ്റിയില്ലേലും എല്ലും കൊള്ളത്തില്ല, തൊലിയും കൊള്ളത്തില്ല. നേറിയ ഊപ്പാട് വന്നു. അയ്യോ, ഞാൻ പോയി മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വരട്ടെ. മോനുകുട്ടനെ ഇന്ന് ഞാൻ വേദപാഠ ക്ലാസ് പഠിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വന്ന് കിടന്ന് എനിക്ക് ബഹളം വെക്കാനും വാവക്കാനും വയ്യാത്തതുകൊണ്ടാട്ടോ. എന്തായാലും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്യണമല്ലോ. അതെനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നിടത്ത് ഗോഡ്ബിനോട് ചോദിച്ചു, വേദപാഠ ക്ലാസ്സും കൂടെ ഒന്ന് പഠിപ്പിക്കാമോ, എക്സാമാണെന്ന് പറഞ്ഞു. അപ്പോൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് അതിൻ്റെ ക്ലാസ്സിന് ഞാൻ ടെക്സ്റ്റൊക്കെ കൊണ്ടാണ് പോയേക്കുന്നത്. പോയി വിളിച്ചോണ്ട് വരാം. ഇവിടെ എന്നോട് ചോദിച്ചാൽ അമ്മയോട് ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് മേടിച്ചോ. ഞാൻ പറഞ്ഞു ഇല്ല മേടിച്ചില്ല കേട്ടോ. അതിനെന്നോട് പിണങ്ങിയേ. അമ്മയോട് പറഞ്ഞു അമ്മമ്മയുടെ കൂടെ ഇന്ന് ഞാൻ കിടക്കുന്നത്, അമ്മയുടെ കൂടെ കിടക്കത്തില്ല അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് വരുന്നുണ്ട് അമ്മയുടെ കൂടെ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോരുന്നേ. പിന്നെ എന്താണ് വിശേഷം? ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ട്, ആതിര എന്നാണ് പേര്. ഡോക്ടറെ കണ്ടിട്ട് അതുവഴി വന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് മിണ്ടിയതാണ്. പ്രഗ്നൻ്റ് ആണ്. അടുത്ത മാസം 2-ാം തീയതിയാണ് ഡെലിവറി ഡേറ്റ്.
ഡോക്ടറെ കണ്ടിട്ട് വന്നപ്പം എൻ്റെ അടുത്ത് വന്ന് അമ്മക്കിളിക്കൂട് യൂട്യൂബ് ചാനൽ ചേച്ചിയുടെ ആയിരിക്കും അങ്ങനെ മിണ്ടിയിട്ടൊക്കെ പോയി കേട്ടോ. നമുക്ക് രാവിലെ അടയായിരുന്നു, അപ്പൊ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. അമ്മ ഇന്ന് മോര് കാച്ചിയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് പച്ചടി വെച്ചു, മോനെക്കൂട്ടന് ഇഷ്ടമാണ്. ഇതൊക്കെ ഉണ്ട് ഇന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞായറാഴ്ച അമ്മ ഉപ്പേരിക്കപ്പ വറുത്തിരുന്നു, അത് ഭയങ്കര കട്ടിയാണ്. അപ്പൊ ഇത് പൊടിച്ചിട്ട് ഇതിനകത്ത് തേങ്ങയും ശർക്കരയും ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുറച്ചുകൂടെ അമ്മയുടെ എടുക്കുന്ന എടുത്തോണ്ട് വന്ന് നമുക്ക് ഒരു ദിവസം അങ്ങനെ വറുത്ത് കഴിക്കും. ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര പാടാണ്, പല്ലിന് കേട്ടില്ല. ഞാനിവിടെ കുറച്ച് പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. മോനുകുട്ടനും അമ്മമ്മയും കൂടി വരുന്നുണ്ടേ. എവിടെ അമ്മയ്ക്ക് ചോറ് വേണം? നിനക്ക് ചോറ് വേണോ? ചോറ് വേണോടാ? ചോറ് വേണം. എല്ലാ ദിവസവും കഴിക്കും. ഇപ്പൊ ഞാൻ കഴിക്കൂ. അയ്യോ, സാറിന് വിശപ്പുണ്ടോന്നൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ. ഓ, ഇവിടെ ഇരുന്നോ? കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ എന്തോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നോടുള്ള ഭാവം. എടാ, നീ എന്നെ എന്തെല്ലാം പറഞ്ഞടാ? നീ എന്നെ എന്തെല്ലാം പറഞ്ഞു മോനു. അമ്മ പൊക്കോ, അമ്മ ഇനി എന്റെ കൂടെ വന്നേക്കരുത്, അമ്മയെ ഇറക്കി വിട്, ഇങ്ങനെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു. ആ കേട്ടു. എന്നെ എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞു. ഇപ്പൊ വന്നേക്കൊന്ന് ചിരിച്ചോണ്ട്. അമ്മ ഫ്രൂട്ട് മേടിച്ചില്ലെങ്കിൽ അമ്മയെ കൊള്ളത്തില്ലേ? ആദ്യം കള്ളപ്പം പറയും, എന്നിട്ട് ഞാൻ നോക്കൂടെ കാണും. അമ്മമ്മയ്ക്കൂടെ കൊടു. ഇന്നലെ അമ്മമ്മയുടെ പങ്കൊക്കെ വാങ്ങിച്ചു കഴിച്ചില്ലേ? അമ്മമ്മയ്ക്കൂടെ കള്ളം പറയരുത്. രാത്രി കള്ളം പറഞ്ഞാല് സ്വപ്നം കാണും, പേടിക്കും. അതുകൊണ്ട് കള്ളം പറയരുത്. കസേര നേരെ വെക്ക. ഞാൻ ചോറിനാൻ പോവാട്ടോ. നമുക്ക് ചോറൊന്നും വേണ്ടല്ലോ. അമ്മേ, ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കും. എത്രയോ അമ്മമ്മയ്ക്ക് കൊടുത്ത്? എനിക്ക് വേണ്ട. ബാക്കി അറിയാം. ഞങ്ങളിവിടെ ഇവിടെ വരുമ്പോ മൊത്തം ഉണ്ടാക്കി തന്നത് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. മുത്തേ, പാത്രം കഴുകുന്നതാന്നോ? 2 എണ്ണം നീയും 2 എണ്ണം അപ്പവും.
കേട്ടോ? ശരി. ചക്കര ഉമ്മ. എന്തോടെ പറയാനും മുഖത്ത് നോക്കി പറയടാ ചക്കര ഉമ്മയെന്ന്. ആ ഉമ്മ. ശരി. ആ ശരി. ഞാൻ ചോറിനാൻ പോവാണ്. അമ്മമ്മയും മോനിക്കുട്ടനൊക്കെ വയറ് നിറഞ്ഞാണ് വന്നത് കൊണ്ട് ഞാൻ ചോറിനാം. എനിക്ക് വിശക്കും. ആ ഉണ്ട്. ആ ഉണ്ട്. ചോറും ചമ്മന്തി ഉണ്ട്. പിന്നെ ഇച്ചിരി രസം, പച്ചടിയും മോരും ഇരിപ്പുണ്ട്. പക്ഷേ ഇന്നിച്ചിരി രസം കൂട്ടാം. മതി. അപ്പോൾ ഞാൻ അത്താഴം കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നമുക്കിനി നാളെ കാണാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.